Okay, dear students, welcome back to our class. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വോളിയം എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. വോളിയം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഹൗ ടു ഫൈൻഡ് വോളിയം, ഹൗ ടു ഫൈൻഡ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്. Then we have studied what is capacity and how to measure capacity. Capacity എങ്ങനെ അളക്കുക, വോളിയം കപ്പാസിറ്റിയും സെയിം ആണ് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി ലിറ്ററിലാണ് കാണുക, ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് വോളിയം കിട്ടുക. അപ്പോൾ വോളിയം ക്യൂബിക് സെൻറ്റിമീറ്ററിന് ലിറ്റർക്ക് എങ്ങനെ മാറ്റാം? ക്യൂബിക് സെൻറ്റിമീറ്ററിന് ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ക്യൂബിക് മീറ്ററിൽ ആൻസർ കിട്ടുകയാണെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. സോ യു നീഡ് ടു ടേക്ക് പേജ് 70 and 71. പേജ് 70 and 71. Okay, let us check the first question. The inner side of a cubical box are of length 4 centimeter. ഒരു ക്യൂബിക്കൽ ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ സൈഡിൻ്റെ നീളം ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ്. ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയ ഒരു പെട്ടി. ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം അല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പെട്ടിയാണ്, പക്ഷേ അത് ക്യൂബിക്കലാണ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. ഒക്കെ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ്. കപ്പാസിറ്റി കാണാൻ എന്താ ചെയ്യേണ്ടത്? ക്യൂബിക്കൽ ബോക്സ് എന്നാ പറഞ്ഞത്, ഇങ്ങനെയുള്ള പെട്ടിയാണ്. ഇതിന്റെ ലെങ്ത് 4, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് 4 സെന്റിമീറ്റർ. സോ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ കപ്പാസിറ്റി. കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഹിയർ വി ഹാവ് ഗിവൺ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആർ 4 സെന്റിമീറ്റർ. ഓക്കെ, ലെങ്ത് വി ക്യാൻ ടേക്ക് 4 സെന്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് വി ക്യാൻ ടേക്ക് 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇറ്റ്സ് ആൾസോ 4 സെന്റിമീറ്റർ. ക്യൂബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ലെങ്ത് ഒരു സൈഡ് മാത്രമേ തരുള്ളൂ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 4 × 4 × 4 64 ക്യൂബിക് സെന്റിമീറ്റർ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, അത് തന്ന അളവുകൾ സൈഡിൽ എഴുതണം. 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. ഓക്കെ, then it's our first question and we got the answer. And the second section, how many cubes of side 2 centimeter can be stacked inside it? Now ഇതിന്റെ ഉള്ളില് how many cubes of length 2 centimeter 2 centimeter ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആയിട്ടുള്ള ക്യൂബുകൾ ഇതിന്റെ ഉള്ളിൽ എത്രണ്ണം അടുക്കി വെക്കാം? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്രണ്ണം ഇതിന്റെ ഉള്ളിൽ കൊള്ളും എന്നാണ് ചോദ്യം. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിന്റെ വോളിയം ഇപ്പൊ നമുക്ക് കിട്ടി, ഇനി ഇതിന്റെ വോളിയം കാണണം. എന്നിട്ട് ഇത് എത്രണ്ണം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് നോക്കാൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിന്റെ വോളിയത്തിന് ഇതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ സെക്കൻഡ് സ്റ്റെപ്പ്, വോളിയം ഓഫ് 1 ക്യൂബ്. ഇതിന്റെ വോളിയം കാണാം. ഇങ്ങനത്തെ എത്രണ്ണം ഇതിൽ വെക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ കണ്ടു, അഥവാ വോളിയം കണ്ടു. ഇനി ഇതിന്റെ ചെറുതിന്റെ ഒന്നിന്റെ വോളിയം കാണണം. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് 2 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്, ഹൈറ്റ് 2 ആണ്. 2 × 2 × 2 ഇസ് ഈക്വൽ ടു 8 ക്യൂബിക് സെന്റിമീറ്റർ. ഇതിന്റെ 64 ക്യൂബിക് സെന്റിമീറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഈ ചെറുതിൻ്റെ 8 ആണ്. അപ്പൊ 64ൽ എത്ര 8 ഉണ്ട് നോക്കിയാൽ മതി. അത്രയും ക്യൂബ്സ് ഇതിൽ നമുക്ക് കൊള്ളിക്കാം. സോ നമ്പർ ഓഫ് cubes can be stacked in it എന്ന് വിശദീകരിച്ച് എഴുതണം. number of cubes can be stacked in it is equal to, ആകെ ഇതിന്റെ കപ്പാസിറ്റി 64 ഡിവൈഡഡ് ബൈ ഇതിന്റെ കപ്പാസിറ്റി 8. 64ൽ എത്ര 8 ഉണ്ട് നോക്കുക. ആൻസർ എത്രയാണ് കിട്ടുക? how many 8s in 64? 8 × 8 ആണ് 64. so answer we will get 8 cubes. ഇങ്ങനത്തെ എത്രണ്ണം ഇതിൽ വെക്കാം? 8 എണ്ണം വെക്കാം. ഓക്കെ, now let us go to the second question. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മളതിൽ
ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടണം, അത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായി ചെയ്ത് നോക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ശേഷം എന്നോട് ചോദിച്ചാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക്സ് ആർ 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ. ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന്റെ ഉള്ളത്തെ ലെങ്ത് 70 ആണ്, ബ്രെഡ്ത്ത് 80 ആണ്, ആൻഡ് ഹൈറ്റ് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ കണ്ടെയ്ൻ? എത്ര ലിറ്റർ വെള്ളം അതിൽ കൊള്ളും? സിമ്പിൾ ആണ്. കപ്പാസിറ്റിയെ കാണേണ്ടത്. എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ കപ്പാസിറ്റിയെ കാണേണ്ടത്. കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇപ്പം എന്ത് ചെയ്യുക? 70 ഇൻറ്റു 80 ഇൻറ്റു 90 ചെയ്യുക. 70 ഇൻറ്റു 80 ഇൻറ്റു 90 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായാലും അത് ക്യൂബിക് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് എന്നുള്ള ഓർമ്മ വേണം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് അപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. 50,000 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്, ലിറ്റർ എന്നല്ല. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? അപ്പൊ ഈ ആൻസർ കിട്ടിയ ആൻസറിനെ ലിറ്ററിലേക്ക് മാറ്റണം. ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ഇൻ ലിറ്റർ എന്നൊരു സ്റ്റെപ്പും കൂടി എഴുതിയിട്ട് ഇതിനടുത്ത ലൈൻ എഴുതിയിട്ട് 50,000 അല്ല, മൾട്ടിപ്ലൈ ചെയ്തതല്ല കിട്ടുക, വേറെ നമ്പർ കിട്ടുക. ഡിവൈഡ് ചെയ്യുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വിൽ ഗെറ്റ് ആൻസർ ഇൻ ലിറ്റർ. ഓക്കെ, നൗ ലെറ്റ് us go through the third question. The length breadth of a rectangular box are 90 and 40 centimeters. ഒരു ബോക്സ് ഉണ്ട്. ഇതിന്റെ പെട്ടിയുടെ ലെങ്ത് 90 ആണ്, ബ്രെഡ്ത്ത് 40 ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ലെങ്ത് 90 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, ആൻഡ് കപ്പാസിറ്റി 180 ലിറ്റർ. ഈ പറഞ്ഞത് എന്താ? കപ്പാസിറ്റി ആണ് വോളിയം. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ? ഇതിന്റെ ഉള്ളിൽ വെള്ളം എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? വെള്ളത്തിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത്. ഇത് ബോക്സിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ, ഹൗ ഹൈ ഈസ് ദ വാട്ടർ? അപ്പൊ വെള്ളത്തിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് കാണേണ്ടത്. വെള്ളത്തിന്റെ ഹൈറ്റ് കാണാൻ ലെങ്ത് 90, ബ്രെഡ്ത്ത് 40, ഹൈറ്റ് കാണണം. ഇതിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്? 180 ലിറ്റർ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലിറ്ററിൽ കണക്ക് ചെയ്യാൻ പാടില്ല, ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ ഹൈറ്റ് ആണ് കാണേണ്ടത്, അപ്പൊ കാണാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഹൈറ്റ് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, വോളിയത്തിനെ ലെങ്ത് കൊണ്ട് ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം കപ്പാസിറ്റി ഒക്കെ സെയിം ആണ്. പക്ഷെ ഇവിടെ 180 അല്ല കപ്പാസിറ്റി ചെയ്യേണ്ടത്. ഫസ്റ്റ് ലിറ്ററിലുള്ള കപ്പാസിറ്റിയെ അഥവാ വോളിയത്തെ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ അതില് കപ്പാസിറ്റി ഈക്വൽസ് 180 ലിറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 180 ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ നേരത്തെ ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ക്യൂബിക് സെന്റിമീറ്റർ ലിറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ലിറ്റർ തിരിച്ച് ക്യൂബിക് സെന്റിമീറ്റർക്ക് മാറ്റാനാണെങ്കിലോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ലിറ്റർ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ, നമ്മൾ ആൻസർ ലാസ്റ്റ് നിർത്തുക ലിറ്ററിലാന്ന് പറഞ്ഞപ്പോൾ ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ലിറ്റർ തിരിച്ച് ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാനോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്താണ്? ക്യൂബിക് മീറ്റർ, മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ ആൻസർ ക്യൂബിക് മീറ്റർ ആണല്ലോ കിട്ടുക. ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോ ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചെങ്കിൽ ലിറ്റർ ക്യൂബിക് മീറ്റർക്ക് മാറ്റാനും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റുകളാണ്, മാറരുത്. ഒന്നുകൂടി പറയാം. ക്യൂബിക് സെന്റിമീറ്റർ ലിറ്ററിലേക്ക് മാറ്റാൻ, ഡിവൈഡ് ബൈ 1000 ആണ്. ലിറ്റർ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 1000 ആണ് ചെയ്യേണ്ടത്. ഇനി ക്യൂബിക് മീറ്റർ, CM അല്ല, ഞാൻ ഷോർട്ട് എഴുതാം. ക്യൂബിക് മീറ്റർ ആണ് ഞാൻ ഷോർട്ട് എഴുതിയത്. ഇങ്ങനെ CM ഷോർട്ട് എഴുതാൻ പാടില്ല.
ക്യൂബിക് മീറ്റർ ലിറ്ററിലേക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 1000 ആണ്. ലിറ്റർ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യം ലിറ്ററിലാണ് തന്നിരിക്കുന്നത്, പക്ഷെ കണക്ക് ചെയ്യണമെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർക്ക് മാറ്റണം. അപ്പോൾ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറി. ഓക്കെ, കപ്പാസിറ്റി കിട്ടി. ഇനി ഹൈറ്റ് കണ്ട്, ഹൈറ്റ് കാണാൻ വോളിയം ബൈ ഓർ കപ്പാസിറ്റി ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വി ബൈ എന്ന് എഴുതാം, സി ബൈ എന്ന് എഴുതാം കേട്ടോ. ഇവിടെ കപ്പാസിറ്റിയാണ് തന്നിരിക്കുന്നത്, നമ്മൾ വി എന്ന് എഴുതിയാലും മതി. അപ്പോൾ 1,80,000 divided by length into breadth 90 into 40. 90 into 40. ഒരു 0 കൂടെ ഒഴിവാക്കാം. 90യുടെ ഒരു 0, അടുത്ത 0 ഒഴിവാക്കാം. ബാക്കി 1,800 divided by 9 into 4 36. ഇവിടെയൊക്കെ ഡിവിഷന് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. കാരണം 36ഉം 180യും തമ്മിലൊരു ബന്ധം. കാരണം ഇത് നമ്മള് അറിയാത്തവര് സൈഡില് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇതിന്റെ ആൻസർ കാണാൻ പറ്റും. ഞാനത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, പക്ഷെ നമ്മൾക്ക് ഭാവിയിലെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ ആൻസർ എഴുതുന്ന രീതിയിലേക്ക് നമ്മൾ മാറി വരണം. ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇത് നോക്കാം, 36 into 10 360 അല്ലേ? 36 into 10 360 ആണ്. അപ്പൊ 36 into 5 എത്രയായിരിക്കും? 180 ആണ്. 36 into 5 180 ആണ്. ആ 180 ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 36ൽ 36 ഒരു പ്രാവശ്യം, 180ൽ 36 5 ടൈംസ്, 180ൽ 36 5 ടൈംസ്. ഇനി 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 50. ഈ 0 5ഉം 0 50 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാനും വേണമെങ്കിൽ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും ആൻസർ കിട്ടും. അപ്പൊ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പക്ഷെ അതിന് വോളിയം ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആദ്യം ചേഞ്ച് ചെയ്യണം. ഇതാണ് നമ്മളെ മൂന്നാമത്തെ പ്രോബ്ലം. നൗ ലെറ്റ് us go through the fourth problem. The inner length, breadth and height of a tanks are 80 cm, 60 cm and 50 cm. ഒരു ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് ആണ്. ആ വാട്ടർ ടാങ്കിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 80. ഇന്നർ ലെങ്ത് തന്നെ ഉള്ളിലാണല്ലോ വെള്ളം നിൽക്കുന്നത്, വെള്ളത്തിന്റെ കാര്യം പറയണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തെ ഇടയാളപ്പെടുത്തിയാൽ മതി. 80, ബ്രെഡ്ത്ത് 60 ആൻഡ് ഹൈറ്റ് 50 സെന്റിമീറ്റർ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 15 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 15 സെന്റിമീറ്റർ ഹൈറ്റ്. ഇതിന്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നുണ്ട്, അതിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ്. ദെൻ ഹൗ മച്ച് മോർ വാട്ടർ നീഡ് ടു ഫിൽ ഇറ്റ്. ഇനി എത്ര വെള്ളം കൂടുതൽ വേണം ഇത് ഫില്ല് ആവാൻ? ഇത്രയും ഭാഗത്ത് വെള്ളം നിറഞ്ഞാൽ അത് ഫില്ല് ആവുള്ളൂ. അത് എത്ര വെള്ളം വേണമെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുള്ളൂ, ഇത്രയും കൂടി നിറയുന്നുണ്ട്. അപ്പൊ ഈ നിറയണ ആവശ്യമായ വെള്ളത്തിന് എത്ര ലിറ്റർ? ഹൗ മച്ച് മോർ ലിറ്ററിലാണ് എഴുതേണ്ടത്. പക്ഷെ നമുക്ക് ലിറ്ററിൽ ആൻസർ കിട്ടില്ല, ക്യൂബിക് സെന്റിമീറ്ററിൽ കിട്ടിയ ലിറ്റർക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നോക്കുക, ഈ ബോക്സിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിന്റെ വാട്ടർ നീഡ് ടു ഫിൽ, ഫില്ല് ചെയ്യാൻ എത്ര വെള്ളം വേണമെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ കാണേണ്ടത് കപ്പാസിറ്റി തന്നെയാണ്. ഇത്രയും ഭാഗത്തുള്ള വോളിയം അഥവാ കപ്പാസിറ്റിയാണ് കാണേണ്ടത്. ഇത്രയും ഭാഗം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കൂടി നിറയാനുണ്ട്. അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാണ് വരിക? ലെങ്ത് 80 തന്നെയാണ് ഇവിടെയും വരിക. ഈ ഇനി നിറയാനുള്ള വെള്ളത്തിന്റെ ബ്രെഡ്ത്തോ അത് 60 തന്നെയാണ് വരിക. ഹൈറ്റ് ഇവിടെ മൊത്തം 50 ആണ്. ഇതിൽ 15 ആണ്. 15 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം ഉള്ളത്. ബാക്കി എത്ര ഉണ്ടാവും? ഇനി 35 കൂടി ഉണ്ടാവും. മൊത്തം 50 ആണല്ലോ, 50 ആണല്ലോ. 50ൽ 15, ബാക്കി 30. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് is equal to 80 into 60 into 35. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ലിറ്റർ അല്ല, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ ആൻസർ ഇൻ ലിറ്റർ എന്നൊരു സ്റ്റെപ്പും കൂടി എഴുതിയിട്ട് അത് ലിറ്ററിലേക്ക് മാറ്റാം. ലിറ്ററിലേക്ക് മാറ്റാൻ കിട്ടിയ ആൻസർ ഡിവൈഡ് ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എന്താണോ കിട്ടിയത് അതിവിടെ എഴുതുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയ ആൻസർ എത്രയാണോ കിട്ടുന്നത് അതിന് ലിറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കുക.
ദ പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് റെക്ടാങ്കുലർ പോണ്ട്. ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതേപോലെ ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുളത്തിന് നമ്മൾ ഉള്ളിൽ ഈ ഫ്രെയിം കാണൂല, കാരണം മണ്ണിൽ താഴേക്ക് കുഴിക്കുകയാണല്ലോ ചെയ്യുക. ഏതായാലും ഇതുപോലുള്ള ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്താ ചെയ്തത്? ആൻഡ് ലെങ്ത് എത്രയാണ്? ആ കുളത്തിന്റെ ലെങ്ത് 20 മീറ്റർ. മീറ്ററിലാണ് 15 മീറ്റർ. ഈ കുളത്തിന്റെ ലെങ്ത് 20 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 15 മീറ്റർ ആണ്, ഹൈറ്റ് ആഴം എത്രയാണ്? ഡെപ്ത് 2 മീറ്റർ. അപ്പൊ ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കുകയാണ്. കുളത്തിന് 20 മീറ്റർ ലെങ്ത് വേണം, 15 മീറ്റർ ബ്രെഡ്ത്ത് വേണം, പിന്നെ ആഴം ഡെപ്ത് ആണ് പറയാ, ഹൈറ്റ് അല്ല വരിക, കാരണം താഴേക്ക് കുഴിയല്ലേ. അത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഇങ്ങനത്തെ ഒരു കുളം ഉണ്ടാക്കണം. ഈ കുളത്തില് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ദ സോയിൽ ഡഗ് ഔട്ട് വാസ് റിമൂവ്ഡ് ഇൻ എ ട്രക്ക് വിച്ച് ക്യാരി എ ലോഡ് ഓഫ് ലെങ്ത് 3 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ ആൻഡ് ഹൈറ്റ് 1 മീറ്റർ. അപ്പൊ ഒരു ട്രക്കിന്റെ മുകളിലുള്ള ബോഡി ഇങ്ങനെ ആയിരിക്കും. ഇതിൽ മണ്ണ് ഇങ്ങനെ നിറച്ച് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ മണ്ണ് നിറച്ച് കൊണ്ടുപോകുമ്പോൾ ആ ട്രക്കിന്റെ മണ്ണ് കൊണ്ടുപോകുന്ന ഷേപ്പ്, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് പറഞ്ഞത്. 3 മീറ്റർ ലെങ്ത് ഉണ്ട്, 2 മീറ്റർ ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് 1 മീറ്റർ. ആ ലോറികൾ കണ്ടിട്ടുണ്ടല്ലോ, ലോറിയുടെ മുകളിൽ മണ്ണ് കൊണ്ടുപോകുന്ന ഭാഗം, മണ്ണിടുന്ന ഭാഗം, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരുന്നു. അങ്ങനെയുള്ള എത്ര ലോഡ് അടിക്കേണ്ടി വരും എന്നാണ് ചോദ്യം. ഹൗ മെനി ട്രക്ക് ലോഡ്, എത്ര ലോഡ് അടിക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും മണ്ണ് പോരണമെങ്കിൽ. ഇപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ലോറിയിലാണ് അടിക്കേണ്ടത്. ഓരോ ലോഡ് ഇങ്ങനെ ലോറിയുടെ മണ്ണെടുക്കുന്ന ഭാഗം മാത്രം ഞാൻ പറഞ്ഞത്. ഇതിന് 3 മീറ്റർ ലെങ്ത് ഉണ്ട്, 2 മീറ്റർ ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് 1 മീറ്റർ ഉണ്ട്. ഇങ്ങനത്തെ എത്ര ലോഡ് അടിച്ചാലാണ് ഇത്രയും വലിയൊരു കുളം ഉണ്ടാകുക എന്നാണ് ചോദ്യം. അതിന് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഈ നമുക്ക് ഉണ്ടാക്കേണ്ട കുളത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം കാണുക, ഒരു ട്രക്കിലുള്ള മണ്ണിന്റെ വോളിയം കാണുക, എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഇതിൽ എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ വോളിയം ഓഫ് പോണ്ട്, വോളിയം ഓഫ് ട്രക്ക്, വോളിയം ഓഫ് പോണ്ട്. പിന്നെ ആദ്യ സൈഡിൽ ലെങ്ത് എഴുതുക, ബ്രെഡ്ത്ത്, ഹൈറ്റ്, പോണ്ടിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രക്കിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് ആദ്യം എഴുതണം, എത്ര സെന്റിമീറ്റർ. എന്നിട്ട് വോളിയം ഓഫ് പോണ്ട് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ലെങ്ത് 20 ആണ്, ബ്രെഡ്ത്ത് 15 ആണ്, ഹൈറ്റ് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 20 ഇൻറ്റു 15, 15 ഇൻറ്റു 2 30, 30 ഇൻറ്റു 2 60, 600, 13 ഇൻറ്റു 2 600 ക്യൂബിക് മീറ്റർ. 600 ക്യൂബിക് മീറ്റർ. ഈ ഉണ്ടാക്കേണ്ട കുളത്തിന്റെ വോളിയമാണ് 600 ക്യൂബിക് മീറ്റർ. ഇനി ഒരു ട്രക്കിൽ എത്ര മണ്ണ് കൊള്ളും? വോളിയം ഓഫ് ട്രക്ക്, വോളിയം ഓഫ് ട്രക്ക് ലോഡ് എന്ന് എഴുതിക്കൊള്ളും കേട്ടോ. ലോഡിന്റെ കപ്പാസിറ്റി വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു 1, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 6 ക്യൂബിക് മീറ്റർ. അപ്പൊ എത്ര ലോഡ് അടിക്കേണ്ടി വരും? സോ അടുത്ത് ഇതിന്റെ കുളത്തിന്റെ കപ്പാസിറ്റി അല്ല, വോളിയം 600 ആണ്, 600 ക്യൂബിക് മീറ്റർ ആണ്. ഒരു ട്രക്കിൽ 6 ക്യൂബിക് മീറ്റർ മണ്ണാണ് കൊള്ളുക. അപ്പൊ എത്ര മണ്ണ് എടുക്കേണ്ടി വരും ചോദിക്കാൻ, എത്ര ലോഡ് അടിക്കേണ്ടി വരും ചോദിക്കാൻ, ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 600 ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമ്പർ ഓഫ് ലോഡ്സ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 6. വി വിൽ ഗെറ്റ് എന്തായിരിക്കും കിട്ടുക? 100 ലോഡ്സ്. 100 ലോഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ഇത് ചെയ്ത് ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ്, ബിഫോർ 9 PM, you need to submit me. Okay, thank you.